BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വനിതാ സംവരണ ബിൽ കാലഘട്ടത്തിന്റെ ആവശ്യം എതിർക്കുന്നവർക്ക് രാജ്യത്തെ സ്ത്രീകൾ മാപ്പ് നൽകില്ല പ്രധാനമന്ത്രി. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ സംവരണം നടപ്പിലാക്കുവാനുള്ള നിരവധി അവസരങ്ങൾ നേരത്തെ രാജ്യത്തിന് നഷ്ടമായി. സുപ്രധാന മാറ്റത്തിന് സമയമായി. ചരിത്രം സൃഷ്ടിക്കുവാനുള്ള സുവർണ നിമിഷമാണിത്. രാജ്യത്തിന് പുതിയ ദിശ നൽകും. ഒരുമിച്ച് ഒറ്റക്കെട്ടായി രാജ്യത്തിന് പുതിയ വഴി തെളിയിക്കാമെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. താപനില മുന്നറിയിപ്പ് പുതുക്കി. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പുതുക്കിയ മുന്നറിയിപ്പ്. ഇന്നു മുതൽ 19-ാം തീയതി വരെ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി കസേരയ്ക്കായി ചർച്ചകൾ മുറുകുന്നു. കോൺഗ്രസിൽ അസ്വസ്ഥത. തിരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് മുഖ്യമന്ത്രി ആരാണെന്ന ചർച്ചകളിൽ കോൺഗ്രസിൽ അസ്വസ്ഥത പടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെയും VD സതീശനെയും അനുകൂലിക്കുന്നവർ സൈബർ ഇടത്തിൽ ഏറ്റുമുട്ടുകയാണ്. KC വേണുഗോപാലിനെ പ്രശംസിച്ച് പോസ്റ്റിട്ട K സുധാകരനെതിരെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. കോൺഗ്രസിലെ പരസ്യ ചർച്ചകളിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. ജൻസി വോട്ടുകൾ പൂർണ്ണമായും ഫാത്തിമ തഹ്ലിയ നേടും. കോഴിക്കോട് ചരിത്ര വിജയം നേടും. 9 സീറ്റുകൾ ഉറപ്പ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി. കോഴിക്കോട് UDF ചരിത്ര വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ. 13-ൽ 13 നേടും. 9 സീറ്റുകൾ ഉറപ്പ്. 4 സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. പരാജയത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞതിനാലാണ് CPIM വർഗീയ കാർഡ് ഇറക്കിയത്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ LDF പ്രചരിപ്പിച്ച ഖൗമിലെ കുട്ടി എന്ന പ്രയോഗം ഗൌരവകരം. ജൻസി വോട്ടുകൾ പൂർണ്ണമായും ഫാത്തിമ തഹ്ലിയ നേടും. പേരാമ്പ്രയിൽ വിജയം ഉറപ്പ്. വർഗീയ കാർഡ് ഇറക്കിയാൽ ഒരു കക്ഷിക്കും വിജയിക്കാനാകില്ല എന്ന മറുപടി ജനങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആണധികാര ഭാഷ രാഷ്ട്രീയത്തിൽ നല്ലതല്ല. മുഹമ്മദ് ഷിയാസിന്റെ പരാമർശത്തിനെതിരെ ദീപ്തി മേരി വർഗീസ്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പരാമർശത്തിനെതിരെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. സ്ത്രീവിരുദ്ധ പരാമർശം ഒഴിവാക്കണമായിരുന്നെന്നും ആണധികാര ഭാഷ രാഷ്ട്രീയത്തിൽ നല്ലതല്ലെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സി ആണുങ്ങളോട് മത്സരിച്ചിട്ടില്ലെന്നായിരുന്നു മുഹമ്മദ് ഷിയാസിന്റെ പരാമർശം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബിൽ അവതരിപ്പിച്ച ശേഷം വിമർശനം ഉന്നയിക്കാമെന്ന് അമിത്ഷാ. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ വാക്പോര്. ലോക്സഭയിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബിൽ അവതരിപ്പിച്ച ശേഷം വിമർശനം ഉന്നയിക്കാമെന്ന് അമിത്ഷാ. മുൻപും സമാനമായ ബില്ലുകൾ വന്നിട്ടുണ്ട്. എതിർക്കുവാൻ വേണ്ടി വന്നതുകൊണ്ടാണ് പ്രതിപക്ഷം കുറ്റം പറയുന്നതെന്ന് അദ്ദേഹം സഭയിൽ വിമർശനം ഉന്നയിച്ചു. ബിൽ അവതരണത്തെ 251 പേർ അനുകൂലിച്ചു. 187 പേർ എതിർത്തു. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യുവാനുള്ള ശ്രമമാണിതെന്നാണ് KC വേണുഗോപാൽ വിമർശിച്ചത്. ബിൽ ആശങ്കപ്പെടുത്തുന്നതെന്ന് K രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ബിൽ പിൻവലിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്നാൽ വിമർശനങ്ങൾ ചർച്ചയിലാകാം എന്നാണ് അമിത്ഷാ പ്രതികരിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പ്രണയം നടിച്ച് 15 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. 21-കാരൻ അറസ്റ്റിൽ. കൊല്ലം ഏരൂരിൽ ഇൻസ്റ്റഗ്രാം വഴി പ്രണയം നടിച്ച് 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 21-കാരൻ അറസ്റ്റിൽ. നെട്ടയത്ത് കോണത്ത് സ്വദേശി അർജുൻ കൃഷ്ണനാണ് പോലീസ് പിടിയിലായത്. പീഡനത്തിന് ശേഷം പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പ്രതി പ്രചരിപ്പിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.